ഈ സ്വർഗ്ഗ കഥകളും നരക കഥകളും ഒക്കെ ഈ ഖണ്ഡിക്കാനായിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? സ്വർഗത്തിൽ കഴിക്കാൻ എന്താ, നരകത്തിൽ കഴിക്കാൻ എന്താണ് കിട്ടുന്നത്, സ്വർഗത്തിൽ എത്ര നേരം ഇതുണ്ടാവും, മാറ്റിനി ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള കാര്യം ഖണ്ഡിക്കാൻ നമ്മൾ നടക്കേണ്ട കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നത് എല്ലാം പൊട്ടത്തരമല്ലേ. പക്ഷെ അത് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു കൂട്ടം ആൾക്കാർ വളരെ ശക്തമായി ഇത് ഉന്നയിക്കുകയും അത് വാലിഡ് ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നു. ഇറ്റ്സ് ആൻ ഇമ്പോസിഷൻ ആക്ച്വലി, നോട്ട് ബിക്കോസ് വി വാണ്ട് ടു ഡു ദാറ്റ്, വി ആർ ഫോഴ്സ്ഡ് ടു ഡു ഇറ്റ്. അത്രേ ഉള്ളൂ. അതോറിറ്റി സയൻസ് സ്വീകരിക്കുന്നില്ലെന്നിരിക്കെ സയൻസ് പ്രസന്റേഷനിൽ അവരുടെ അഭിപ്രായം കൊണ്ടുവരുന്നതിന് ന്യായവൈകല്യമല്ലേ? ആരുടെ അഭിപ്രായം? അത് പറയാം. ഫാലസി, അതോറിറ്റി ഉന്നയിക്കുന്ന ഫാലസിയെ കുറിച്ചാണ് ഇദ്ദേഹം ഇപ്പൊ പറഞ്ഞത്. ആരായാലും എങ്ങനെയാണ് ഒരു അതോറിറ്റി ഫാലസി ആവുന്നത്? അതോറിറ്റി ഫാലസി ആവുന്നത് 3 കാര്യങ്ങൾ പ്രധാനമായിട്ടും. ഒന്ന്, അതോറിറ്റി ആയിട്ട് ഉന്നയിക്കുന്ന ആള് ബന്ധപ്പെട്ട മേഖലയിൽ അയാൾക്ക് യാതൊരു പ്രാവീണ്യം ഇല്ലാതിരിക്കുകയും അയാളുടെ പ്രശസ്തിയും പ്രസക്തിയും മറ്റു മേഖലകളിലായിരിക്കുകയും ചെയ്യുക. ഉദാഹരണമായിട്ട് മമ്മൂട്ടിയെ ഉദ്ധരിച്ചുകൊണ്ട് മുട്ടുവേദനയ്ക്കുള്ള മരുന്ന് വെക്കുക, അല്ലെങ്കിൽ വി കെ കൃഷ്ണയ്യരെ ഉദ്ധരിച്ചുകൊണ്ട് പ്രേതമുണ്ടെന്ന് സ്ഥാപിക്കുക. വി കെ കൃഷ്ണയ്യർ എന്ന് പറയുന്ന നല്ലൊരു നിയമജ്ഞനാണ്. അദ്ദേഹത്തിന് നല്ല രീതിയിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഒരു അതോറിറ്റിയാണ്. പക്ഷെ അദ്ദേഹം തൻ്റെ ഭാര്യയെ രാത്രിയിൽ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട്, ആളുകൾ കുറച്ച് പേര് വിശ്വസിച്ചു പോകും. പക്ഷേ അദ്ദേഹം അതിനകത്തൊരു അതോറിറ്റി അല്ല, ആ വിഷയവും ഒരു അതോറിറ്റി ഉണ്ടാകാൻ പറ്റിയ വിഷയവും അല്ല. അതൊന്ന്, ആ മേഖലയിലല്ല അദ്ദേഹത്തിന് പ്രാവീണ്യം എന്നുള്ളത്, ആ മേഖല തന്നെ മോശമാണെന്നുള്ളത്. 2, നിങ്ങളൊരു MBBS ഡോക്ടറാണ്, MD ഒക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ മെഡിക്കൽ സയൻസിൽ ഒരു കാര്യം പറയുന്നു, ഹെഗ്ഡെ, അത് വളരെ, ഡോക്ടർ ഹെഗ്ഡെ അദ്ദേഹം കുറെ കാര്യങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതുന്നു. അദ്ദേഹം ആയുർവേദത്തിലും MBBSലും എല്ലാം അദ്ദേഹത്തിന് യോഗ്യത ഉണ്ട്. ഇങ്ങനെ ആളുകൾ പറയാണ്, അദ്ദേഹം പറയുന്നു അക്കോർഡിംഗ് ടു ഹെഗ്ഡെ. ശ്രീനിവാസനൊക്കെ പറയുന്നുണ്ടല്ലോ, ഹെഗ്ഡെ, ഡോക്ടർ ഹെഗ്ഡെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചികിത്സിക്കാതിരുന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ എന്താണ് പ്രശ്നം? ഈ പറയുന്ന ആള് പറയുന്ന മേഖലയിൽ പ്രാഗൽഭ്യമുള്ള ആളാണെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ മേഖലയിലെ അംഗീകൃത ജ്ഞാനവുമായി, ജ്ഞാനതലവുമായി പൊരുത്തപ്പെടുന്നില്ല. ഇതാണ് മറ്റൊരു പ്രശ്നം. ഒരു അതോറിറ്റി നമുക്ക് എടുക്കാൻ സാധിക്കും, സയൻസിലും അതോറിറ്റി എടുക്കാൻ കഴിയും. 2 കാര്യങ്ങൾ. ഒന്ന്, ആ മേഖലയിൽ അദ്ദേഹം ഒരു എക്സ്പെർട്ട് ആയിരിക്കുക. 2, ആ മേഖലയിലെ പൊതുവായിട്ടുള്ള ജ്ഞാനതലവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കാര്യം